പക്ഷെ ഇന്ന് പബ്ലിക് നമ്മളെ കാണുന്നത് നമ്മളെന്തോ പണം വിഴുങ്ങുന്ന ഒരു 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 ഭീകരന്മാരായിട്ടാണ് ഡോക്ടർമാരെ കാണുന്നത്. ഞാൻ ഡോക്ടർ അല്ലെങ്കിലും നമ്മൾ ഹോസ്പിറ്റൽ നടത്തുന്ന ആളായിരുന്നു, എനിക്കത് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു പെർസ്പെക്റ്റീവിനെ മാറ്റണം. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർ ഈ പ്രൊഫഷനിൽ ഹെൽത്ത് കെയർ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ മാറ്റണം. കാരണം നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ രാപ്പകൽ അധ്വാനിക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ വരുന്ന ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലേ? നമുക്ക് വേണമെങ്കിൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി 8 മണിക്കൂറോ 10 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു യഥാർത്ഥ ഡോക്ടർക്കോ യഥാർത്ഥ നഴ്സിംഗ് സ്റ്റാഫിനോ അങ്ങനെ ഫോൺ അടച്ച് വെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന മനുഷ്യജീവന് വേണ്ടിയാണ്. ഇത് അപ്പുറത്തെ പേഷ്യൻസും കൂടി മനസ്സിലാക്കണം, അല്ലെങ്കിൽ പേഷ്യൻസിനെ കൂട്ടിരിപ്പുകാരോട് മനസ്സിലാക്കണം. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ഒരു ഹീറോയിസത്തെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഡോക്ടറെ തല്ലി എന്ന് പറയുമ്പോൾ ഒരു ഹീറോ ആയി എന്നുള്ളൊരു ഫീലാണ്. ഒരിക്കലും അത് ഹീറോയിസം അല്ല, അത് വെറും വീരത്വമാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതല്ല എന്ന് തെളിയിക്കേണ്ടത് ഓരോ ഡോക്ടറിൻ്റെയാണ്. നമ്മൾ അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾ സുഖമായി ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സുഖങ്ങളെല്ലാം നമ്മൾ മാറ്റി വെക്കുന്നത്, അല്ലേ? ഇത് ജനങ്ങൾക്കറിയണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടർമാരെ ഇല്ല ഇവിടെ നാട്ടിൽ, എങ്ങനെ നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകും? എത്രയോ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഇന്നും ഡോക്ടേഴ്സിന് അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു നഴ്സിംഗ് ഹോമോ ഒരു ക്ലിനിക്കോ പോലും ഇല്ലാത്ത ചെറുകിട സ്ഥലങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട്. അവിടെയുള്ള ആൾക്കാർ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടാൻ വേണ്ടി കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഒരു ചികിത്സ കിട്ടുന്നത്. വിദേശ രാജ്യത്തെ പറ്റി രാധിക പറഞ്ഞു. വിദേശ രാജ്യത്ത് ഒരു തലവേദന വന്നാൽ ഒരു നിസ്സാര തലവേദനയ്ക്ക് ഡോക്ടറെ കാണിക്കണമെങ്കിൽ 10 മാസം കാത്തു നിൽക്കണം, ഒരു MRIക്ക് 1 വർഷം കാത്തു നിൽക്കണം. അവിടെയൊക്കെ ഭാഗ്യവാന്മാരാണ് ഇന്ത്യയിലുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ. കാരണം നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് കാർഡിയോളജിസ്റ്റ് അവൈലബിൾ ആണ്, ന്യൂറോളജിസ്റ്റ് അവൈലബിൾ ആണ്, ന്യൂറോ സർജൻ അവൈലബിൾ ആണ്. എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റീസും വെളിപ്പുറത്ത് വിരൽ തുമ്പിലുണ്ട്. ഒരു പക്ഷേ ആ അവൈലബിലിറ്റി കൂടിയത് കൊണ്ടാവാം അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കാണ്ട് പോണത്.